നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. ആദ്യ ദിനത്തിലെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ KSRTCയിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടി വർധനവ്. KSRTCയിലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായ മേഖലയിലെ പ്രതിസന്ധിയിലാക്കിയതായി സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദേശീയപാത കുതിരാനിൽ ലോറിയിൽ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് കയ്യോടെ പിടികൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാഹനോടമയിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കി. ലോകകപ്പിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും അർജന്റീനയും ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. മാപ്രാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ സ്വദേശി 46 വയസ്സുള്ള മനോജാണ് മരിച്ചത്. നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് ഇന്നു മുതൽ ഈ മാസം 30 വരെ ഓൺലൈനായി വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താം. കഫ് സിറപ്പുകൾ വാങ്ങുന്നതിന് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതോടെ കടകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന രീതി ഇല്ലാതാകും. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. പുനഃപരീക്ഷ പൂർത്തിയാകുന്ന ഈ മാസം 22 വരെയാണ് നിയന്ത്രണം. പെരുമ്പിളിശ്ശേരി മുതൽ കണിമംഗലം വരെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പാലക്കലിൽ റോഡ് പൊളിച്ചതിനെ തുടർന്നാണ് ഗതാഗതക്കുരുക്ക്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ നടന്നു. ഷിഗല്ല രോഗം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്വീകരിച്ച മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായി. കാട്ടാനശല്യം രൂക്ഷമായ പാണഞ്ചേരി മേഖലയിൽ അലാറം സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. രാമൻചിറ, കിഴക്കേ രാമൻചിറ, ഇരുമ്പുപാലം മേഖലകളിലാണ് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് അലാറം സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പിന്റെ മാതൃക അനാച്ഛാദനം ചെയ്തു. യുവ ഫുട്ബോൾ താരങ്ങളായ മനു, ശ്രീകുട്ടൻ, ജിഷ്ണു, രാഹുൽ P. വേണു, സ്കൂളിലെ ഫുട്ബോൾ കോച്ച് ആനന്ദ് ബാബു എന്നിവർ ചേർന്നാണ് അനാച്ഛാദനം നിർവഹിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,875 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 1,11,120 രൂപയുമായി. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വിയ്യൂർ നിത്യസഹായ മാതാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ബൈബിൾ സംഗീതോത്സവം സംഘടിപ്പിക്കും. ഈ മാസം 20-ന് 3:30 മുതൽ രാത്രി 8 വരെ വിയ്യൂർ നിത്യസഹായ മാതാ പള്ളി അങ്കണത്തിൽ ബൈബിൾ സംഗീതോത്സവം അരങ്ങേറും. തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് വ്യാപാരി മിത്രം പ്രത്യേക വായ്പാ പദ്ധതി അവതരിപ്പിക്കുന്നു. 500 ദിവസമാണ് വായ്പാ കാലാവധി. 15 ലക്ഷത്തിലധികരിക്കാതെ ബിസിനസിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിലാണ് വായ്പ അനുവദിക്കുന്നത്. എടത്തിരുത്തി പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ചെതറാപ്പിന്നി SRV UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിഞ്ചു ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AS രവിത തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറം സെന്ററിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ആശങ്കയുണർത്തുന്നതായി കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ്. അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അധികൃതർ, MLA, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് സംഘടന നിവേദനം നൽകി. വധശ്രമ കേസ്, ലഹരി കേസ് ഉൾപ്പെടെ 20ഓളം കേസുകളിൽപ്പെട്ട് 8 വർഷത്തോളമായി മുങ്ങി നടന്നിരുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വരവൂർ തളി കൂട്ടുപിലാക്കൽ വീട്ടിൽ ശിഹാബാണ് പിടിയിലായത്. വലപ്പാട് കൂരിത്തറ തിരുപ്പഴഞ്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് രായമരയ്ക്കാർ അധ്യക്ഷത വഹിച്ചു. കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റും AICC അംഗവുമായ അനിൽ അക്കരയെ തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലക്കാരനായ NI ദേവസിക്കുട്ടിക്ക് ശേഷം തൃശൂർ ജില്ലയിൽ നിന്ന് ഒരാൾ പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റാവുന്നത് ആദ്യമാണ്. സംസ്ഥാനത്ത് കാലവർഷം കുറയുന്നു. മഴ, വരൾച്ച എന്ന് കാലാവസ്ഥാ വകുപ്പ്. മൺസൂണിനെ എൽ നിനോ പ്രതികൂലമായി ബാധിക്കുമെന്നും മഴ 60% കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
ഷിഗല്ല ബാധിച്ച് 43-കാരൻ മരിച്ചതിനെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മരണം സംഭവിച്ച പ്രദേശത്തും സമ്പർക്കമുണ്ടായ പ്രദേശങ്ങളിലും സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.